ജോധ്പൂർ ജയ്സൽമേർ ഹൈവേയിൽ സ്വകാര്യ ബസിന് തീപിടിച്ച് 21 യാത്രക്കാർ മരിക്കാനിടയായത് അപകടത്തെ തുടർന്ന് ബസിന്റെ വാതിൽ തുറക്കാൻ കഴിയാതെ വന്നതിനാലാണെന്ന് വ്യക്തമായി. ചൊവ്വാഴ്ച വൈകിട്ട് 3-നായിരുന്നു അപകടം. ഗുരുതരമായി പൊള്ളലേറ്റ് വെന്റിലേറ്ററിൽ കഴിയുന്ന 4 പേർ ഉൾപ്പെടെ 14 പേർ ചികിത്സയിലാണ്. സ്വകാര്യ AC ബസ് ജയ്സൽമേറിൽ നിന്ന് പുറപ്പെട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴായിരുന്നു ദുരന്തം. പിൻഭാഗത്തു നിന്ന് പുക ഉയർന്നപ്പോൾ ഡ്രൈവർ ബസ് നിർത്തിയെങ്കിലും വാതിൽ തുറക്കാൻ കഴിയാതെ വന്നതോടെ യാത്രക്കാർ അകത്തു കുടുങ്ങി. നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളിപ്പടരുകയും ചെയ്തു. 57 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ബസ്സിൽ ഒരു വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എമർജൻസി എക്സിറ്റോ അടിയന്തര സാഹചര്യങ്ങളിൽ ജനാല പൊട്ടിക്കാനുള്ള ചുറ്റികയോ ബസ്സിൽ ഉണ്ടായിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു. സീറ്റുകൾക്കിടയിലെ ഇടനാഴിയും ഇടുങ്ങിയതായിരുന്നു. ഇത്തരം ബസ്സുകളിൽ ഇലക്ട്രിക്കൽ സംവിധാനത്തിന് തീപിടിച്ചാൽ ഓട്ടോമാറ്റിക് വാതിൽ സ്തംഭിക്കും. സേനയുടെ യുദ്ധസ്മാരകത്തിന് സമീപത്തെത്തിയപ്പോഴായിരുന്നു തീപിടുത്തമുണ്ടായത്. കരസേന ജവാന്മാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനെത്തി. വാതിൽ വെട്ടിപ്പൊളിച്ചും ജനാല ചില്ലുകൾ പൊട്ടിച്ചും പകുതിയിലേറെ യാത്രക്കാരെ അവർ രക്ഷപ്പെടുത്തി. 19 പേർ ബസ്സിനുള്ളിൽ മരിച്ച നിലയിലായിരുന്നു. ഒരാൾ ജോധ്പൂർ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെയും 8 വയസ്സുള്ള ബാലൻ ഇന്നലെയും ആശുപത്രിയിൽ മരിച്ചു. DNA പരിശോധനയ്ക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് ജയ്സൽമേർ അഡീഷണൽ SP കൈലാഷ് ദാൻ പറഞ്ഞു. മരിച്ചവരുടെ ബന്ധുക്കളെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ സന്ദർശിച്ചു.